പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനെ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രൈസ് ഗാഡ്. നമ്മൾ ഈ ദൈവവചനത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവവചനത്തെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന സന്തോഷം അസാധാരണമായതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് പല സാഹചര്യങ്ങളും പല വെല്ലുവിളികളുമായിരിക്കാം. സാമ്പത്തികമായിട്ട് വലിയ വിഷയങ്ങളുണ്ട്, ആരോഗ്യത്തില് ചലഞ്ചുകളുണ്ട്, കുടുംബജീവിതത്തിനകത്ത് ചലഞ്ചുണ്ട്, ഭാവിയെ കുറിച്ച് പ്രശ്നമുണ്ട്, മാനസികമായിട്ടുള്ള സംഘർഷങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ ചില വെല്ലുവിളികളുടെ നടുവിലായിരിക്കാം നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അതിന്റെ മധ്യത്തിലും ആ വെല്ലുവിളികളുടെ നടുവിലും ദൈവവചനം നമ്മുടെ അകത്ത് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ധൈര്യം. അത് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല. അതൊരു പക്ഷേ നമ്മുടെ കയ്യിലുള്ള പണത്തിനോ നമ്മൾക്കുള്ള സാഹചര്യങ്ങൾക്കോ സാധ്യതകൾക്കോ ഒന്നിനും നമ്മളിത് പകരാനുള്ള കപ്പാസിറ്റി അതിനൊന്നിനുമില്ല. അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചുറ്റുപാടുകളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം. ഒന്നിനും വസ്തുക്കൾക്ക് ഒന്നിനും തരാൻ കഴിയാത്ത ഒന്ന് ദൈവവചനം നമ്മുടെ അകത്ത് തരുന്നു. വചനം വേർഡ് ഈസ് സോ ഇമ്പോർട്ടന്റ്. വചനം വളരെ പ്രധാനപ്പെട്ട. അപ്പൊ ഈ വചനത്തോടുള്ള ബന്ധമില്ലേ, ദൈവവചനത്തോടുള്ള ബന്ധം, ആ ബന്ധത്തിൽ നമ്മൾ പണിയപ്പെട്ടു കഴിഞ്ഞാൽ, ആ ബന്ധത്തിൽ നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് വേറൊരു അസറ്റ് വേണ്ട. നമുക്കറിയാലോ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നിലനിർത്തുമ്പോൾ, കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവരെ പഠിപ്പിക്കും. അവരെ പഠിക്കാനായിട്ട് നല്ല സ്കൂളിലായിരിക്കും, അവർക്ക് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കും, അവർക്ക് അതെല്ലാം ചെയ്യും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സംസ്കാരം അനുസരിച്ച്, നമ്മുടെ നാടിന്റെ സംസ്കാരം അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി വെക്കും. അപ്പൊ അവരുടെ ഭാവിയിൽ ഒരു പക്ഷേ ചില കുടുംബങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പഠിച്ചില്ലേലും സാരമില്ല, അവർക്ക് ജീവിക്കാനുള്ള ബോധം അവരുടെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്, അവരുടെ പേരൻസ് അവർക്കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവരെന്താ പറയുന്നത്, അവൻ പഠിച്ചില്ലേലും സാരമില്ല, അവൻ അമ്മയും അപ്പനും അവർക്ക് ധാരാളം വസ്തു സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ചിലരെ കുറിച്ച് പറയും, പിന്നെ അവനെന്തിനെ പേടിക്കാൻ, അവന്റെ പിതാവ് തലമുറയോളം അവന് ജീവിക്കാനുള്ളത് വസ്തു സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, അവൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും പഠിക്കാതിരിക്കത്തില്ല, പഠിക്കും നിശ്ചയം, അല്ലെ? വിദ്യാഭ്യാസം ഇന്ന് നമ്മുടെ ഒരു സാമൂഹിക സ്റ്റാറ്റസിന്റെ ഒരു ഭാഗമായിട്ട് മാറിയതുകൊണ്ട് വിദ്യാഭ്യാസം, എത്ര പണമുള്ള വീടുകളിലെ കുഞ്ഞുങ്ങളും പണമുള്ളവർ കൂടുതൽ പഠിക്കും. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇതെല്ലാം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്താണ് നാളെയെ കുറിച്ചുള്ള ഭാവിയെ കുറിച്ച് ചിരിക്കാൻ, സന്തോഷിക്കാൻ കാരണം എന്താ? അവനകത്തൊരു ഉറപ്പാ, അവനകത്തൊരു ധൈര്യം. എനിക്ക് അസറ്റ് ഉണ്ട്, എനിക്ക് വസ്തുവക എനിക്ക് അവകാശമായിട്ട് കിടക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണ് വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളുടെ അകത്ത് വചനമുണ്ട്. എത്ര പ്രതികൂല സാഹചര്യം നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇത് കുറച്ച് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. ആ മോന്റെ കാര്യത്തിൽ കുറച്ച് മുമ്പേ കുറച്ച് സ്റ്റെപ്പ് എടുക്കേണ്ടതായിരുന്നു. ആ ജോലിയുടെ കാര്യത്തിൽ കുറെ കൂടെ മുമ്പേ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടിയിരുന്നു. നമ്മൾ ചില കാര്യങ്ങളെ ഇപ്പൊ ചിന്തിക്കുന്നില്ലേ? ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ട്, അന്ന് ചെയ്തിരുന്നെങ്കിൽ കാര്യം നടന്നു പോയെന്ന്, ഇനി ഇപ്പൊ നടക്കുമെന്ന് തോന്നുന്നില്ല. ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ കയ്യില് മില്യൺസ്, അതായത് കോടികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലോ, നിങ്ങൾക്കറിയാം അതെല്ലാം ഉണ്ടെന്നേ. പക്ഷെ പൈസ എറിഞ്ഞു നോക്കുക. നമ്മൾ അങ്ങനെ ഒരു വാക്കല്ല ഉപയോഗിക്കുന്നത്. പൈസ എറിഞ്ഞ് കാര്യം നടത്തുക, അല്ലെ? പണം എറിഞ്ഞ് കാര്യം നടത്തുക. പണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സംസാര ഭാഷയിൽ പറയുന്നത്. അപ്പൊ പണം ഉണ്ടെങ്കിൽ, ഇപ്പം രോഗമൊക്കെ ഉണ്ടെങ്കിൽ, ഇന്ന് പലർക്ക് നമുക്കറിയാം, പണം ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ സാധ്യമാകത്തില്ല. ചില രോഗത്തിൽ നിന്ന് വലിയ പണം ഉണ്ടായിട്ട് പോലും നമുക്കറിയാം, രാഷ്ട്രീയത്തിലും സാമൂഹിക മേഖലകളിലൊക്കെ ഉന്നതന്മാരെ, വലിയ സമ്പന്നരായിരുന്ന പലരും അവർ ചെറിയ ചില രോഗങ്ങളുടെ മുമ്പിൽ അവർ പരാജയപ്പെട്ടതും അവരുടെ ജീവിതത്തിന്റെ അന്ത്യം കുറിച്ചതും നമ്മൾ പലരെ കുറിച്ചും കണ്ടിട്ടുണ്ട്. അപ്പം പണത്തിനൊരു പരിധിക്ക് അപ്പുറത്ത് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധ്യമല്ല. എങ്കിലും പണമുള്ള ഒരാൾക്കൊരു കോൺഫിഡൻസ് ആണ്, എന്റെ ഈ പണമുണ്ട്, ഏതറ്റം വരെയും ഞാൻ കൊണ്ടുപോയി ചികിത്സിക്കും എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അവനെ ഏത് വലിയ കോളേജിലും ഞാൻ അഡ്മിഷൻ എടുക്കും, കാരണം എന്റെ കയ്യിൽ പണമുണ്ട്. ഞാനത് ആ വിഷയത്തിന്റെ കാര്യത്തിന് ഏത് അറ്റം വരെയും പോകും, കാരണം എന്റെ ഈ പണമുണ്ട്. അപ്പൊ പണം എന്ന് പറയുന്ന ഒരു ആസ്തി, പണം എന്ന് പറയുന്ന ഒരു വസ്തു കയ്യിലുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വലിയ കോൺഫിഡൻസ് ആണ്, എന്റെ കയ്യിൽ പണമുള്ളത് കൊണ്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ എന്തു വലിയൊരു കാര്യം, എന്തു വലിയൊരു നേട്ടം അത്. ഗോഡ് ഈസ് വിത്ത് മീ. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ വലിയൊരു അസറ്റാണ്
വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തിൽ എനിക്ക് വേണ്ടി എഴുതി തന്നതായത്. ഇത് വേറെ ആരെയൊക്കെയോ അങ്ങനെ ആക്കാൻ ഇങ്ങനെ ആക്കാൻ, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ നിന്ന് വേറൊരു വിശ്വാസത്തിൽ കൊണ്ടുപോകാൻ, ഇതിന് മറ്റുള്ളവരെ പറഞ്ഞ് തിരുത്താനും നേരെയാക്കാനും ആ വേർഡിന്റെ ദൈവവചനത്തിന്റെ പ്രധാന ഉദ്ദേശം അതല്ല. വചനം നമ്മെ രൂപാന്തരപ്പെടുത്താനായിട്ട്. ഇപ്പൊ വചനം നമ്മുടെ അസറ്റാ. വേർഡ് ഓഫ് ഗോഡ് ഈസ് മൈ അസറ്റ്. എന്റെ നിക്ഷേപമാണ് വചനം. നിങ്ങൾ അങ്ങനൊന്ന് കണ്ടേ, നിങ്ങൾ അന്നിങ്ങനെ ഒന്ന് തിരിച്ചറിഞ്ഞു. പ്രൈസ് ഗോഡ്. ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ, ആ ഒരു ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ, ഓൾ തിങ്സ്, അതിന്റെ എല്ലാം സിറ്റുവേഷൻ മാറി, അവസ്ഥ മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ, ആമേൻ. വചനത്തിൽ അടിസ്ഥാനപ്പെടുന്നു. അതുകൊണ്ട് കർത്താവ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് ആരംഭിക്കുന്ന കർത്താവിന്റെ പ്രബോധനത്തിൽ കർത്താവ് അടുത്തു പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് ഈ ലോകത്തിലുള്ളവർ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്യാനായിട്ട് 5-ാം അധ്യായത്തിൽ പറയും. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം, 6-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ ഉപവസിക്കുമ്പോൾ രഹസ്യമായി ചെയ്യണം, പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായിട്ട് ചെയ്യണം, കൊടുക്കുമ്പോൾ രഹസ്യമായിട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കാണുന്നു എന്നാണ് 6-ാം അധ്യായത്തിൽ. എന്നിട്ട് 6-ാം അധ്യായത്തില് അതിന് തുടർന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്നു. നിങ്ങളുടെ ശരീരത്തെക്കാൾ ജീവൻ, വസ്ത്രത്തെക്കാൾ ശരീരം വിലയേറിയത. നിങ്ങൾ അതുകൊണ്ട് വിചാരപ്പെടേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ബെസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ആ ബോധ്യം അവർക്ക് കൊടുത്തിട്ട് 7-ാം അധ്യായത്തില് കർത്താവ് തന്റെ വചനം പറഞ്ഞു വരുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമാണ്, ആത്മാവിനെ കുറിച്ച് പറയും. എന്താ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നില്ല. അവര് മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കൂ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കൂ, അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കൂ. ദോഷികളാ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിഞ്ഞിരിക്കുക സ്വർഗസ്ഥനായ പിതാവ്. അതെ, അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് അവിടെ 7-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തിയിട്ട് അത് അവസാനിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നത്, എന്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെ ബുദ്ധിയുള്ളവനായിട്ട് പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ. അപ്പൊ അവിടെ രണ്ട് കാര്യം, ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്ന സ്ട്രക്ചർ, നമ്മൾ സ്ട്രക്ചറിനെ കുറിച്ച് പറയാറുണ്ട് അല്ലെ, വീടിന്റെ സ്ട്രക്ചർ. ആ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ രണ്ട് രീതിയിലാണ്. ഒന്ന് സ്ട്രക്ചർ, ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് കെട്ടിടത്തിന്റെ നില. എന്നാൽ നമ്മൾ ചില ജോലി സ്ഥലത്ത് അതിന്റെ സ്ട്രക്ചർ നമ്മൾ പറയാറുണ്ട്. എങ്ങനെയാ സ്ട്രക്ചർ? ഉന്നതാധികാരി, അതിന്റെ അടുത്ത അധികാരി, അതിന്റെ അടുത്ത അധികാരി, അതിന്റെ അടുത്ത അധികാരി. ഇപ്പോ ഈ അധികാരം, നമ്മുടെ രാജ്യങ്ങളുടെ നിയമമെല്ലാം ആ സ്ട്രക്ചർ വെച്ചുകൊണ്ട് അല്ലെ, ഇന്ന അധികാരി, അടുത്ത അധികാരി, അടുത്ത അധികാരി, ആ സ്ട്രക്ചർ, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പം സ്ട്രക്ചർ എന്ന് പറയുമ്പം ഔട്ട്വേർഡ്, പുറമേ കാണാനുള്ളത് കൊണ്ട് അകത്തുള്ളത്. അപ്പൊ ഈ അകമേ നമുക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ദൈവവചനമായിരിക്കണം നമ്മുടെ അസറ്റ്. പുറമേയൊക്കെ ഇരിക്കട്ടെ, അതെല്ലാം ദൈവം തന്ന സ്ട്രക്ചറാ, അതിരിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ അകത്ത് സ്ട്രക്ചർ കറക്റ്റ് ആണോ? ഗോഡ്, ദൈവമാണോ ഫസ്റ്റ് പ്രയോറിറ്റി? വേർഡ് ആണോ ഫസ്റ്റ് പ്രയോറിറ്റി? ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, വചനം നിങ്ങൾക്ക് അസറ്റായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ, ദൈവവചനത്തെ നിങ്ങൾ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ, ഞാൻ പറയാം, നിങ്ങൾ ഒരിക്കലും ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതറ്റം വരെയും കടന്നു ചെന്ന് അത്ഭുതം ചെയ്യാനുള്ള പവർ ദൈവവചനത്തിനുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ ആ ഓഫീസിൽ കയറിപ്പോകാനുള്ള ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിലില്ല. ആ ഒരു രാജ്യത്തേക്ക് പോകാനുള്ള അതിനുള്ള അനുവാദം കിട്ടാനുള്ള ഒരു യോഗ്യതയും നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ ഡോക്യുമെന്റ് കാണത്തില്ല, അതിനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് ന്യൂനതകൾ അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങളുടെ ന്യൂനതകളോ പരിമിതികളോ കണ്ടിട്ട് കർത്താവ് താൻ പറഞ്ഞ വാക്കിനെ അവ മാറ്റത്തില്ല. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം അവൻ പറഞ്ഞതിന് നിവൃത്തി. കഴിഞ്ഞ ദിവസം ഞാനൊരു വേറൊരു സ്ഥലത്തായിരുന്നപ്പോ എന്റെ മനസ്സിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കാം. എന്റെ വ്യക്തിപരമായ ചില വിഷയം, ഇതെങ്ങനെയാണ്, ഇതിങ്ങനെ ആകുമോ എന്നൊരു ചിന്ത, ഒരു കൺഫ്യൂഷൻ എന്നല്ല, ഒരു ഡൗട്ട് ഒന്നിക്കാം. പെട്ടെന്ന് ഞാൻ എന്തിനെ കുറിച്ച് ചിന്തിച്ചോ അതിനോട് ആസ്പദമാക്കിയ ഒരു വചനം ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കും.
ഞാൻ നോർമലി ഒരു ഒരു ക്രമമായിട്ട് ബൈബിൾ വായിക്കണം. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തുനിന്ന് കർത്താവിനോട് ഇടപെട്ടു. ഭയപ്പെടേണ്ട, ഞാനത് നോക്കിക്കോളാം. എന്തൊരു ധൈര്യമായിരുന്നു അറിയാം അത് ആ ഒരു ഭാഗം വായിച്ചു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവവചനം നിങ്ങളുടെ അസറ്റാണ്. ഇല്ല, ഒരു തിന്മയും നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല, ഒരു തിന്മയും വരത്തില്ല. വചനത്തെ നിങ്ങളുടെ അടിസ്ഥാനമായിട്ട് പിടിച്ച് ഒരു തിന്മയും ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല, ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല. ആമേൻ. വചനമായിരിക്കട്ടെ നിങ്ങളുടെ അസറ്റ്. ഞാൻ പറയാൻ വരുന്ന ദിവസങ്ങളിൽ, ഇത് ഒരു പ്രവചനമായിട്ട് നിങ്ങൾ എടുത്തോ. ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞ വചനത്തിന്, നിങ്ങളുടെ ചെറുപ്പത്തിൽ, നിങ്ങളുടെ വളരെ വർഷങ്ങൾക്കും നിങ്ങൾ കണ്ടതും കേട്ടതുമായ ചില ദൈവിക വചനങ്ങളുടെ നിവർത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കാണും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇത് അതിന്റെ ദിവസങ്ങളാണ്. ആകയാൽ ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടും. ഒന്നിനെക്കുറിച്ചും, ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നതാണ്. God is there for you. God is there for you. കർത്താവ് നിങ്ങൾക്ക് അവിടെ നിൽപ്പുണ്ട്. യെസ്, ബോൾഡ്നെസ്സോടെ, ധൈര്യത്തോടെ മുന്നോട്ട് സ്റ്റെപ്പെടുത്തി. നിങ്ങൾക്കൊരു വിഷയം മറ്റുള്ളവരെ പോലെ പല കാര്യങ്ങളിലും മറ്റുള്ളവരെ നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരത്തില് മറ്റുള്ളവരെ പോലെ സ്മാർട്ടായിട്ട് സംസാരിക്കാൻ അറിയില്ലായിരിക്കാം. നിങ്ങളുടെ പേഴ്സണാലിറ്റി വളരെ വളരെ മറ്റുള്ളവർക്ക് ആകർഷണീയമായതായിരിക്കത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റ രീതി, നിങ്ങളുടെ കുടുംബം, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടെന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങൾ കൂടുതലൊന്നും അറിയണ്ട. നിങ്ങൾ ദൈവവചനത്തിൽ നിങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. നിങ്ങളുടെ അവസ്ഥ മാറിയിരിക്കും, ഒരു സംശയമില്ല, മാറിയിരിക്കും. വചനം നിങ്ങളുടെ അസറ്റായിട്ട് മാറും. ആമേൻ. വചനം നിങ്ങളുടെ അസറ്റായിട്ട് മാറും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ എബ്രായ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പറയുകയാണ്, അവർ നമ്മെ പോലെ സദ്വർത്തമാനം കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് അത് അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പൊ അവര് നമ്മെ പോലെ സദ്വർത്തമാനം കേട്ടവരാണ്. സദ്വർത്തമാനം കേട്ടവർ. അപ്പൊ അവർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവര് സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്, ഗുഡ് ന്യൂസ്, അവർ സദ്വർത്തമാനം കേട്ടു. അവര് കേട്ട സദ്വർത്തമാനം എന്തൊക്കെയാണ്? അവര് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വലിയ ജാതിയാകും. സദ്വർത്തമാനം. അപ്പൊ അവര് അബ്രഹാമിന്റെ കാലം മുതൽ അബ്രഹാം കേട്ടതാ സദ്വർത്തമാനം, അല്ലെ? ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയ ജാതിയാകും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും, നിന്നെ നിമിത്തം പല ജാതികളെ അനുഗ്രഹിക്കുന്ന നമ്മൾ ദൈവവചനത്തിൽ കാണും. അത് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു. റോമാലേഖനം 4-ാം അധ്യായത്തിലും ഗലാത്യ ലേഖനത്തിലും എല്ലാം, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പൊ ഇങ്ങനെ അനുഗ്രഹം ലഭിച്ച അബ്രഹാമിന്റെ മക്കളാണ് ഈ ജനം. കഴിഞ്ഞ 430 വർഷം അടിമത്തത്തിൽ കിടന്നവർ ഈ ജനം, അബ്രഹാമിന്റെ സന്തതി എന്ന് പറയും. ഈ ജനം അബ്രഹാമിന്റെ മക്കളാ. പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കി, നിങ്ങളും ഞാനും ഇന്ന് അനുഭവിക്കുന്ന സകല നന്മയുടെയും കാരണം എന്താ? ദൈവമക്കൾ എന്ന പദവി, വേറൊന്നുമല്ല. അപ്പൊ ദൈവമക്കളായി തീർന്നത് നമ്മുടെ കഴിവുകൊണ്ടാണ്? അല്ലല്ല. നമ്മള് യേശുക്രിസ്തു മുഖാന്തരം ക്രൂശിൽ നിവർത്തിച്ച യാഗത്തിൽ വിശ്വസിച്ചു. അതേ നമ്മൾ ചെയ്തുള്ളൂ. യേശുക്രിസ്തുവിലൂടെ ക്രൂശിൽ നടന്ന ആ വലിയ സാക്രിഫൈസ്, വി ബിലീവ് ഇൻ ഇറ്റ്. നമ്മളത് വിശ്വസിച്ചു, നമ്മളത് ഏറ്റെടുത്തു, വേറൊന്നും നമ്മൾ ചെയ്തില്ല. പക്ഷെ അത് വിശ്വസിച്ചപ്പോ, ആ യാഗത്തെ നമ്മൾ വിശ്വസിക്കുകയും ഉറക്കുകയും ചെയ്തപ്പോ, അതിലെ വിശ്വാസത്താൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറി. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മളായി തീർന്നതല്ല, അങ്ങനെ കർത്താവാക്കിയതാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവവചനത്തിൽ കാണുന്ന ഒരു കാര്യം, അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്നത് ജഡപ്രകാരം ജനിച്ചത് അബ്രഹാമിന്റെ മക്കളായതല്ല, വാഗ്ദത്ത പ്രകാരം. അതായത് അബ്രഹാമിന്റെ മക്കളാണ് അവരാണ് പറയുന്നത്, ഞങ്ങള് അബ്രഹാമിന്റെ മക്കൾ. അപ്പൊ അത് കവനന്റ്, ഉടമ്പടി മനസ്സിലാക്കി അബ്രഹാമിനോട് ദൈവം കൊടുത്ത ഉടമ്പടിക്കകത്ത് നിന്നുകൊണ്ട് ഇവർക്കും പറയാമായിരുന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഞാൻ ഓടേണ്ട കാര്യമില്ല. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, നീ ചെയ്ത് അനുഗ്രഹിക്കപ്പെടാനല്ല, ഞാൻ നിന്നെ അനുഗ്രഹിച്ച വലിയ ജാതിക്ക് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്നവർ. കർത്താവ് അബ്രഹാമിനോട് മാത്രം പറഞ്ഞ വാക്കാണ്, അല്ല, ഇസഹാക്കിനോട് യാക്കോബിന്റെ എല്ലാ പ്രോമിസാണ്. ദൈവം അവരോട്, ഈ അബ്രഹാമിനോട് ഇസഹാക്കിനും യാക്കോബിനോട് മാത്രം പറഞ്ഞ് നിർത്തിയില്ല.
നമ്മള് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുമ്പോ മോശ ഹോരേബിൽ ആട് മേച്ചുകൊണ്ടിരിക്കുന്ന മോശയുടെ അടുക്ക് കർത്താവ് വന്നിട്ട് പറഞ്ഞത്, മോശെ എങ്ങനെയും ജനത്തെ വിടുവിച്ചിറങ്ങിക്കുക, ജനത്തോട് പറ ഒരു യുദ്ധം ചെയ്യാൻ പറ, ഒരുങ്ങി കൂട്ടമായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ. അങ്ങനൊന്നും അല്ല കർത്താവ്, ഞാൻ അവരെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു, ഞാൻ കൊണ്ടുപോകും. ദാറ്റ്സ് നോട്ട് യുവർ ജോബ്, ദാറ്റ് ഈസ് മൈ പ്രോമിസ്. ദാറ്റ്സ് നത്തിങ് അബൌട്ട് യുവർ വർക്ക്സ്. ദാറ്റ് ഈസ് മൈ പ്രോമിസ്, ദാറ്റ് ഈസ് മൈ എബിലിറ്റി, ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അത് എന്റെ ഉത്തരവാദിത്വമാണ്, എന്റെ വാഗ്ദത്തമാണത്. ഐ വിൽ ഫുൾഫിൽ ദാറ്റ്. ഞാനതിന് നിവൃത്തി. അപ്പൊ ഇവരത് പേടിക്കേണ്ട കാര്യമില്ല, ഇവരതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇവർ ധൈര്യമായിട്ട് സ്റ്റെപ്പ് എടുത്താൽ മതി. പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള കപ്പാസിറ്റി ഇവർക്കില്ലാതെ പോയി. അവർ ചെയ്തില്ല, അവർ നിരാശപ്പെട്ടിരിക്കുക, അവർ സ്ട്രഗിൾ ചെയ്യുക, അവർ നിലവിളിക്കുക. പക്ഷെ അവർ നിലവിളിച്ചപ്പോഴും യഹോവയുടെ സന്നിധിയിൽ അവരുടെ നിലവിളിക്കുക. അത് ദൈവത്തോട് നിലവിളിച്ച് നല്ല പറയുന്നത്. നിങ്ങളതിന്റെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളില് അവർ നിലവിളിച്ചു എന്ന് എഴുതിയിട്ടുള്ളൂ, ദൈവത്തോട് നിലവിളിച്ചെന്ന് എഴുതിയിട്ടില്ല. നമുക്കറിയാം 14-ാം അധ്യായത്തിൽ അവർ മോശയോട് നിലവിളിച്ചു. അവിടെ ഒന്നും അവർ ദൈവത്തോട് നിലവിളിച്ചെന്ന് പറയുന്നില്ല. അപ്പൊ ഇവിടെ ദൈവത്തോടല്ല നിലവിളിച്ചത്, പക്ഷെ അവരുടെ നിലവിളി, അവരുടെ പ്രയാസവും കഷ്ടതയും കൊണ്ടുള്ളവരെ നിലവിളി ദൈവം കേട്ടു. അവരുടെ ലൈഫിനെ, അവരുടെ ജീവിതത്തെ മാറ്റി മറിച്ചത് നത്തിങ് ബട്ട് ദ പ്രോമിസ് ഓഫ് ഗോഡ്. അവരുടെ ജീവിതത്തിന് അവരുടെ വിശുദ്ധ ജീവിതം എവിടെയാ വിശുദ്ധ ജീവിതം നയിച്ചവര്? അവരെവിടെയാ കർത്താവിനെ ആരാധിച്ചു? അവരെന്താ കർത്താവിന് വേണ്ടി കൊടുത്തത്? അവർക്ക് വലിയ കൊള്ളയിട്ടതുപോലെ അവരോട് നിന്ന് പുറപ്പെട്ടു. അവരെന്തെങ്കിലും കൊടുത്തിട്ടാണോ അവർ കൊള്ളയിട്ടതുപോലെ അവിടെ നിന്ന് പുറപ്പെട്ടത്? അല്ല. അവര് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഇല്ലില്ല. അവർ നമ്മളവർക്ക് അവർ യാഗം അർപ്പിച്ചവർ അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ തലമുറകളും അവരുടെ ജീവിതം പ്രൊട്ടക്ട് ചെയ്യപ്പെടാനായിട്ട് അവർ യാഗം അർപ്പിച്ചു. അല്ലാതെ അവര് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവത്തിന് യാഗം കൊടുത്തേക്കാമെന്ന് ഓർത്തും ചെയ്തൊന്നുമല്ല. അപ്പൊ ദൈവം അവരെ വിടുവിച്ചത് അവരുടെ പ്രവൃത്തി കണ്ടിട്ടില്ല. അവരൊരു ഗുഡ് ന്യൂസ് കേട്ടു, പക്ഷേ സദ്വർത്തമാനം കേട്ടവരെങ്കിലും അത് വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് അത് അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പൊ ഈ വചനം നമുക്ക് ഉപകാരമായി വരണമെങ്കിൽ കേട്ട വചനത്തെ വിശ്വസിക്കുന്ന ഒരു പ്രാഗൽഭ്യം നമുക്കുണ്ടാവും. നമ്മൾ കേൾക്കുന്ന വചനം അത് എന്തുവാട്ടെ, അത് ദൈവത്തിന്റെ പ്രോമിസുകളാവട്ടെ, ദൈവം തന്റെ ജനത്തെ നടത്തിയ വിധങ്ങളെ കുറിച്ചുള്ള സംഭവ സാക്ഷ്യങ്ങളാകട്ടെ, എന്തുവാട്ടെ, ആ കേൾക്കുന്നതിനെ വിശ്വസിക്കാത്തിടത്തോളം അതിന്റെ ഫ്രൂട്ട് നമ്മളിലുണ്ടാകും. It is so important to be a child of God. അതിനെങ്ങ by faith only it will happen. അത് വിശ്വാസത്താലേ സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ ലൈഫിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് കേട്ട വചനത്തെ വിശ്വസിക്കണം. അതെ, അത് വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് അത് അവർക്ക് ഉപകാരമാവുന്നില്ല. കേട്ടു, പക്ഷെ സത്യത്തിൽ എങ്ങനെയാണ്? റോമാലേഖനം 10:17 പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. അപ്പോൾ ഇവരില് കേട്ട വചനം ഇവർക്ക് വിശ്വാസമായി തീരേണ്ടതാണ്, പക്ഷെ ആയില്ല. എന്താ കാര്യം എന്നറിയാം? 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് സംസാരിക്കും. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ അവിടെ കാണാൻ കഴിയുന്ന കാര്യം, ഞങ്ങൾ വിശ്വസിച്ചു. യെസ്, വി ബിലീവ്, നോട്ട് ബിക്കോസ് ഓഫ് അവർ സ്ട്രെങ്ത്, നോട്ട് ബിക്കോസ് ഓഫ് അവർ ടാലന്റ്. ഞങ്ങളുടെ ബലം കൊണ്ടോ ഞങ്ങളുടെ താലന്ത് കൊണ്ടല്ല ഞങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നത്. അവിടെ കൊരിന്ത്യർക്ക് ലേഖനം എന്ന പൗലോസ് വ്യക്തമായിട്ട് പറയുക, വി ബിലീവ് ബിക്കോസ് വി ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്. ഞങ്ങൾക്ക്, വി ഹാവ് ഓൾസോ, ഞങ്ങൾക്കും വിശ്വാസത്തിന്റെ ആത്മാവുള്ളത്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവരുടെ ഫെയ്ത്ത് അവരുടെ അകത്ത് ബിൽഡ് ചെയ്യാനുള്ള റീസൺ നത്തിങ് ബട്ട് ദ ഫെയ്ത്ത് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അവരുടെ ജീവിതത്തിനകത്ത് വിശ്വാസം വർക്ക് ചെയ്യാൻ കാരണം അവർ മനഃപൂർവ്വമായിട്ട് വിശ്വസിച്ചതല്ല, വിശ്വാസത്തിന്റെ ആത്മാവ് അവർക്ക് നൽകപ്പെട്ടപ്പോഴാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയാൻ എളുപ്പമാണ്, വിശ്വസിച്ച്.
പക്ഷെ ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ വിശ്വാസത്തിലേക്ക് അവനെ നടത്തുന്ന ആത്മാവ് സോ ഇമ്പോർട്ടന്റ്. ആ വിശ്വാസത്തിന്റെ ആത്മാവ്. അപ്പൊ നമുക്കറിയാം, ദൈവജനത്തെ നമ്മൾ കാണുമ്പോൾ പഴയ നിയമത്തിൽ ശിംശോന്റെ മേൽ ആത്മാവ് വന്നു. അവന് ശക്തി പ്രാപിച്ചിട്ട് ഗേറ്റ്, ഒരു പട്ടണത്തിന്റെ ഗേറ്റ് പറിച്ചെടുത്തുകൊണ്ട് വലിയ മലയുടെ മുകളിൽ കൊണ്ടുവച്ചു, പർവ്വതത്തിന് മുകളിൽ കൊണ്ടുവച്ചു. ഒരു കഴുതയുടെ താടിയിലൂടെ ആയിരക്കണക്കിന് പട്ടാളക്കാരെ കൊന്നു. ഒരു സിംഹത്തെ, ഒരു ചെറിയ ഒരു ജീവിയെ വലിച്ചു കീറുന്ന പോലെ വലിച്ചു കീർക്കണം. അവർക്ക് ഭയമായിരുന്നു. അവന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ അതെല്ലാം സാധ്യമായി. നമുക്ക് ദാവീദിന്റെ മേൽ ആത്മാവ് വന്നു എന്ന് പറയുന്നത് പിന്നീടാണെങ്കിലും, ദാവീദ് ആടുകളെ മേച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ സിംഹവും കരടിയൊക്കെ വന്നപ്പോ അതിനെ കീറിക്കളഞ്ഞു. അപ്പൊ അവരുടെ മേൽ ആത്മാവ് വന്നത് സിംഹത്തെ കീറാനായിട്ടാണ്. പക്ഷെ നമ്മുടെ മേൽ ആത്മാവ് വന്നത് സിംഹത്തെ കീറാനോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുവിനെ തകർത്ത് കളയാനായിട്ടല്ല. നമ്മുടെ മേൽ ആത്മാവ് വന്നത്, ആത്മാവ് നമ്മുടെ അകത്ത് ഒരു പ്രത്യേകത തന്നു, വിശ്വസിക്കാൻ കൃപ തന്നു. ഈ വിശ്വാസം കൊണ്ട് എന്താ നമുക്ക് സംഭവിക്കുന്നത്? നമ്മുടെ ശത്രുവിനെ രൂപാന്തരപ്പെടുത്തുന്ന കൃപയാണ് നമ്മുടെ അകത്തുള്ളത്. ശത്രുവിനെ തകർത്ത് കളയാനല്ല, ശത്രുവിനെ രൂപാന്തരപ്പെടുത്താൻ. പഴയ നിയമത്തിൽ ശത്രുവിനെ തകർക്കാനായിട്ട് ആത്മാവിന്റെ മേൽ വന്നത്. എന്നാൽ ഇന്ന് നിങ്ങളുടെ അകത്തും എന്റെ അകത്തും പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്, അതെ, നമ്മുടെ ശത്രുവിനെ രൂപാന്തരപ്പെടുത്തുന്ന വിശ്വാസത്തെ നമ്മുടെ അകത്തിട്ട് പണിയാനായിട്ടാണ്. പ്രൈസ് ഗാഡ്. ഇന്ന് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളുടെ വിശ്വാസം ഒന്ന് ബിൽഡ് ചെയ്യപ്പെടട്ടെ. അതിന് വേറെ മാർഗമില്ല. വചനം കേൾക്കുക, തുടർച്ചയായിട്ട് വചനം കേൾക്കുക. അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. യു നീഡ് ടു ഹിയർ ദ വേർഡ് ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. The word have only capacity to transform you. ദൈവവചനത്തിന് മാത്രമേ നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുപാടുകളെയും മാറ്റിമറിക്കാൻ കഴിയും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില പൂട്ടുകൾ തുറക്കാൻ താക്കോലില്ലാതിരിക്കുകയാണോ? വേർഡ് ഈസ് ദ കീ. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ വഴിയില്ലാതിരിക്കുകയാണോ? വേർഡ് ഈസ് ദ വേ. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ ശക്തി ഇല്ലാതിരിക്കുകയാണോ? The word is the power. Word is the power. Hallelujah. Amen. അപ്പോ ആ വചനത്തെ, when you accept the word, എപ്പോഴാണ് നിങ്ങൾ വചനത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത്? As your power, as your way, as your key, then the word will work in us. നിങ്ങൾ ആ വചനത്തെ എടുത്ത് പറയും, വചനം ഒരു കീ ആയിട്ട് വർക്ക് ചെയ്യും. വചനം ഒരു ഹല്ലേലൂയ വാതിലായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ അവസ്ഥയെ മാറ്റിമറിക്കും. വിശ്വസിച്ച് അബ്രഹാം ഇത് കേട്ടു. പക്ഷെ അവർ അബ്രഹാം വിശ്വസിച്ചു. തുടർന്നുള്ള തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റും. കാരണം അവരുടെ അടിമത്വത്തിന്റെ വേദന കാരണം അവർക്ക് ചെയ്യാൻ സാധിച്ചു. പക്ഷെ നമുക്ക് അടിമത്വം ഇല്ലാത്തതുകൊണ്ടല്ല, ഒരു കുഴപ്പം, എല്ലാം സേഫ് ആയതുകൊണ്ടല്ല. പക്ഷെ ഒന്നും സേഫ് അല്ലാത്തപ്പോഴും എല്ലാത്തിനും സേഫ് ആക്കി നിർത്തുന്ന പരിശുദ്ധാത്മാവ് എന്റെ അകത്തുള്ളതുകൊണ്ട്, വിശ്വാസത്തിന്റെ ആത്മാവ്, അത് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ സമൂലമായി മാറ്റുവാൻ, സമൂലമായ പരിവർത്തനം വരുത്തുവാൻ വചനത്തിന് പവറുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവവചനത്തെ വിശ്വസിക്കാൻ കഴിയുമോ? ദൈവവചനം നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിക്കും. ഈ ദിവസങ്ങൾ നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വചനം വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോ വചനത്തെ വിശ്വസിക്കാൻ കഴിയത്തില്ലെങ്കിൽ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഒരു കാര്യത്തിൽ വിശ്വസിക്കുക, ഇതെല്ലാ ബലഹീനതയും നിങ്ങൾക്കുള്ളപ്പോഴും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത്, അതൊന്ന് വിശ്വസിക്കാം. എനിക്ക് ഒത്തിരി പരിമിതികളുണ്ട്, ബട്ട് സ്റ്റിൽ മൈ ഗോഡ് ലവ്സ് മീ. എനിക്ക് ഒത്തിരി കുറവുണ്ട്. ഈ കുറവുകളുടെ മധ്യത്തിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ആ ഒരു വിശ്വാസം മതി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ കർത്താവ് മാറ്റും. പ്രൈസ് ഗോഡ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എന്ത് വിശ്വാസമാണ്? എനിക്ക് കുറവുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ബട്ട് സ്റ്റിൽ മൈ ഗോഡ് ഈസ് ദെയർ ടു help me and bless me. വിശ്വസിക്കാമോ? എനിക്ക് ബലഹീനതകൾ ഒത്തിരി ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പക്ഷെ അപ്പോഴും എന്റെ കർത്താവ് അവിടെ ഉണ്ട്, എന്നെ അനുഗ്രഹിക്കാൻ, എന്നെ സഹായിക്കാനായിട്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് നന്ദി പറയുന്നത്. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത് വിശ്വസിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നു. അവർക്ക് എങ്ങനെയാ വചനം വായിക്കണം എന്നറിയത്തില്ല, എങ്ങനെയാ പ്രാർത്ഥിക്കണം എന്നറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവേ, നിന്റെ ബലം അവരിലേക്ക് അസാധാരണമായി ഒഴുക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ
അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ നന്മകൾക്ക്, അവരുടെ അനുഗ്രഹത്തിന്, അവരുടെ ഉയർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന, അവർ തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനും യേശു അത് പറിച്ചു മാറ്റും. ഒരു അത്ഭുതം അവരിൽ സംഭവിക്കട്ടെ കർത്താവേ. അവരുടെ അവസ്ഥകൾ മാറട്ടെ കർത്താവേ. ആമേൻ. തുറക്കാത്ത ചില ഗേറ്റുകൾ ഇന്ന് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. അവർ വർഷങ്ങളായി ശ്രമിച്ചിട്ട്, ചില പ്രോജക്റ്റുകളുടെ മുമ്പിൽ നിന്നിട്ട്, ചില ദർശനത്തിന്റെ മുമ്പിൽ നിന്നിട്ട്, കർത്താവ് വർഷങ്ങളായിട്ട് ഒരാൾക്ക് വേണ്ടി, ഒരു സപ്പോർട്ടിന് വേണ്ടി, ഒരു സഹായത്തിന് വേണ്ടി പല വാതിലുകൾ തട്ടിയിട്ടും തുറക്കാതിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ, അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായ വാതിലുകൾ അവരുടെ മേൽ തുറന്നു വരട്ടെ. ഈ ദിവസങ്ങളിൽ ബലഹീനരായവർക്ക് ദൈവവചനം ബലമായി തീരട്ടെ കർത്താവെ, ബലമായി തീരട്ടെ. വചനം അവർക്ക് ബലമായി തീരട്ടെ. വെളിച്ചമില്ലാത്തടത്ത് വചനം വെളിച്ചമായി തീരട്ടെ. പ്രൊവിഷൻ ഇല്ലാത്തടത്ത് വചനം പ്രൊവിഷനായി തീരട്ടെ. യെസ് ലോർഡ്. അങ്ങനെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നാഥാ, കൃപമേൽ കൃപ അവരുടെ മേൽ ഭാഗമായി അനുഗ്രഹിച്ചവരെ നിർത്തണം. അനേകർക്ക് അടയാളമായിട്ട് സ്വർഗം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കൃപയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇതുവരെ നടത്തിയതിനായിട്ട് നന്ദി കർത്താവേ. എല്ലാ മഹത്വം അറുക്കപ്പെട്ട പിതാവിൻ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്തയ, നാളുകളായിട്ട് ചില കാര്യങ്ങളുടെ പുറകെ നടന്നിട്ട് ഒരു വിധത്തിലും പാപം ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ടില്ല. ചില കാര്യങ്ങൾ സത്യമായിട്ടേ ചെയ്യത്തുള്ളൂ. ഞാനൊരു കള്ളത്തരാതി കാണിക്കത്തില്ല. ഞാൻ നേരെ നിൽക്കും. വർഷങ്ങൾ ശ്രമിച്ചിട്ടും, വർഷങ്ങൾ 3, 4, 5 വർഷം, ചിലപ്പോൾ അതിലധികം വർഷമായിരിക്കും, ചിലപ്പോൾ 10 വർഷമായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ നിവർത്തി അതിന് പരിഹാരമില്ലാതിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളോട് പരിശുദ്ധാമ്മ പറയുന്ന കാര്യമാണ്, നോ, ഈ ദിവസങ്ങൾ അതിന് മുമ്പ് വാതിൽ തുറക്കപ്പെടുക. ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അതിൽ അത്ഭുതം കാണും. അൺഎക്സ്പെക്ടഡ്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ നിങ്ങളുടെ മുമ്പിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആകയാൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകും. പേടിക്കണ്ട. കർത്താവ് നിങ്ങളെ മാനിക്കും. കാരണം വചനം നിങ്ങളുടെ ശക്തിയാണ്. വചനം നിങ്ങളുടെ വെളിച്ചമാണ്. വചനം നിങ്ങളുടെ താക്കോൽ. വിശ്വസിക്കുക. ഈ ദിവസങ്ങൾ അത്ഭുതങ്ങളുടെ ദിവസമാണ്. ആമേൻ. കർത്താവ് നിങ്ങളെ അസാധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലായിടത്തും, നിങ്ങളായിരിക്കുന്ന എല്ലായിടത്തും വലിയൊരു അനുഗ്രഹമായിട്ട് കർത്താവ് നിങ്ങളെ മാറ്റട്ടെ. God bless you. Amen.